കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളികളെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. സൈനികനടക്കം സംഘത്തിൽ ഉൾപ്പെട്ട മറ്റ് 4 പേരെ ഇന്ന് റിമാൻഡ് ചെയ്തു. മോഷണത്തിന് ഉപയോഗിച്ച 3 കാറുകൾ പാലക്കാട് നിന്ന് മധുക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ശനിയാഴ്ച രാത്രിയാണ് എറണാകുളത്തെ കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് സാധനങ്ങളുമായി വന്ന മലയാളികളെ ആക്രമിച്ചത്. സംഘത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട എറണാകുളം പട്ടിമറ്റം സ്വദേശികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെ പാലക്കാട്ടു നിന്ന് പിടികൂടിയത്. പിടിയിലായവർ പാലക്കാട് സ്വദേശികളാണ്. സംഘത്തിൽ 8 പേരുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 3 കാറുകളിലായി എത്തിയാണ് സംഘം ആക്രമണം നടത്തിയത്. കമ്പുകൊണ്ട് കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചെങ്കിലും പിറകോട്ടെടുത്ത ശേഷം കാർ അതിവേഗം മുന്നോട്ടെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. കാറിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷണ ശ്രമത്തിന്റെ നടുക്കുന്ന കാഴ്ചകൾ പുറത്തെത്തിയത്. കുഴൽപ്പണ വാഹനമാണെന്ന് കരുതിയാണ് എറണാകുളം സ്വദേശികളുടെ വാഹനം ആക്രമിച്ചത്. ഇവർ സ്ഥിരം കുറ്റവാളികളാണ്. സംഘാംഗങ്ങളിൽ ഒരാളായ മണികണ്ഠൻ ഉത്തർപ്രദേശിൽ സൈനികനായി ജോലി ചെയ്യുകയാണ്. ഏപ്രിൽ 4-ന് നാട്ടിലെത്തിയ മണികണ്ഠൻ പിന്നീട് തിരിച്ചുപോയിട്ടില്ല. മധുക്കര പോലീസ് 3 പ്രത്യേക അന്വേഷണ സംഘങ്ങളായിട്ടാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം ആക്രമിച്ച വിവരം പറയാനെത്തിയ പരാതിക്കാരോട് മോശമായി പെരുമാറിയ കുന്നത്തുനാട് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യതയേറി. ബുധനാഴ്ച SP-ക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൽ വീഴ്ച വരുത്തിയാൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് SP അറിയിച്ചു. ന്യൂസ് മലയാളം, പാലക്കാട്.